ഇന്ന് നമുക്കൊരു ഇലക്കറിയാണ് കേട്ടോ. ഇപ്പോൾ പാലക് കറിയാണ്. നമ്മുടെ നാട്ടിൽ കിട്ടുന്ന ചീരക്ക് പോലെ തന്നെ വേറൊരു കൂടെ മുംബൈയിലൊക്കെ കിട്ടുന്ന ഒരു ഇലയുടെ പേരാണ് പാലക്ക്. ഈ പാലക്ക് നമ്മൾ മുരിങ്ങയുടെ ഇല വയ്ക്കുമ്പോൾ തന്നെ പരിപ്പും എല്ലാം ചേർത്ത് തേങ്ങ അരച്ച് നമുക്കിന്ന് ഒരു ഇലക്കറിയാണ്. നല്ല പോഷകമൂല്യമുള്ള ഒരു സാധനമാണ് കേട്ടത്. അപ്പോൾ നമുക്കത് എളുപ്പത്തിൽ തയ്യാറാക്കാം. ഇപ്പോൾ ഒറ്റയ്ക്ക് താമസിക്കുന്നവരും ബാച്ചിലർക്കൊക്കെ ഒറ്റയ്ക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു വേഗത്തിലുള്ള ഒരു കറിയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഈ പാലക്ക് ഇങ്ങനെ ചെറുതായി അരിഞ്ഞെടുത്ത് അതിലേക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് പിന്നെ ചെറുതായിട്ട് ഒന്ന് രണ്ട് കറിയേ ഉള്ളൂ. നമ്മൾ പരിപ്പ് വേവിച്ചെടുത്തിട്ടുണ്ട്. അത് തുവരപ്പരിപ്പോ നമ്മൾ ചെറുപയർ പരിപ്പോ ഏതെങ്കിലും ഒന്ന് വേവിക്കാം. അതിലൽപ്പം മഞ്ഞൾപ്പൊടി ചേർത്ത് വെച്ചിട്ടുണ്ട്. ഇതിൽ അരവ് എന്ന് പറയുന്നത് എന്താ വെച്ചിട്ടുണ്ടോ, നമ്മളൊരു ഇത്തിരി തേങ്ങയും പച്ചമുളകും 4 5 പച്ചമുളകും അതിലേക്ക് അല്പം ജീരകം, ഇത് മാത്രമേ ഉള്ളൂ. അപ്പോൾ നമുക്ക് വേവിച്ച പരിപ്പിനകത്തോട്ട് ഈ അരിഞ്ഞ പാലൊക്കെ ചേർത്ത് മിക്സ് ആക്കിയിട്ടാണ് നമ്മൾ ഈ കറി ഉണ്ടാക്കുന്നത്. അത് ഞാൻ കാണിക്കാം കേട്ടോ. ആദ്യം പാലക്ക് മുഴുവൻ അരിഞ്ഞെടുക്കട്ടെ. ഇത് നമ്മൾ ആ ഇല അല്ലേ പാലക്ക് പറഞ്ഞിട്ടുള്ള ഒരു ഇലയുടെ അത് നന്നായി അരിഞ്ഞു വെച്ചതാണ്. ഇത് നമ്മളൊന്നൊരു മൺചട്ടിയിലാണ് തയ്യാറാക്കുന്നത് കേട്ടോ. അപ്പോൾ ആദ്യം ഇതൊക്കെ കൂടി ഒന്ന് മിക്സ് ആക്കിയതിന് ശേഷം നമുക്ക് സ്റ്റൗവിൽ കയറ്റാൻ പറ്റും. അപ്പോൾ ആദ്യം നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള പരിപ്പ് പിന്നെ അതിൽ ചേർത്തിട്ടുണ്ട് മഞ്ഞൾപ്പൊടി. അപ്പോൾ അത് നമ്മൾ ഇതിൽ മിക്സ് ആക്കുന്നു. അപ്പോൾ നല്ലോണം മിക്സാക്കി അതിലല്പം ഉപ്പും ചേർക്കുന്നുണ്ട്. കറിക്ക് വേണ്ട ഉപ്പ് 2 സ്പൂൺ ഉപ്പ്. ഇത് നല്ലൊന്ന് മിക്സ് ആയതിനു ശേഷം നമ്മൾ പിന്നെ നല്ല വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇലക്കറിയല്ലേ, അപ്പം കൊഴിച്ച് കറി ഉണ്ടാക്കുന്നു, പിന്നെ കുറുക്ക് പോലെയല്ല കേട്ടോ. അപ്പോൾ അത് നല്ലോണം മിക്സ് ആയതിന് ശേഷം ഇപ്പോൾ വെള്ളം ചേർത്ത് കൊടുക്കാം. നമുക്ക് കറിക്ക് വേണ്ട വെള്ളം, നമ്മൾ മുരിങ്ങ ഇല കറി ഉണ്ടാക്കണില്ലേ അതുപോലെ. ഇത് എളുപ്പം ഉണ്ടാക്കും ചെയ്യാൻ, നല്ല ന്യൂട്രീഷൻസുള്ള സാധനമാണ് കേട്ടോ ഇലക്കറി. ഇത് നല്ലൊന്ന് തിളച്ചാൽ മതി. അത് അധികം വേവ് വന്ന് തിളച്ച് കഴിഞ്ഞാൽ നമ്മൾ അടച്ചു വയ്ക്കും. എന്നിട്ട് അത് അങ്ങനെ ഇരുന്ന് വേവും. അത് അല്ലാണ്ട് കുറേ നേരിട്ട് വേവിക്കുന്നില്ല. ഇലക്കറി അധികം വന്നാൽ പിന്നെ അതിൻ്റെ ന്യൂട്രീഷൻസൊക്കെ നഷ്ടപ്പെടില്ലേ. അപ്പോൾ നമ്മളിതൊന്ന് കറി ഇതിലേക്ക് ഇനി നമ്മൾ തേങ്ങയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. അരച്ച് വെച്ച തേങ്ങ ഉണ്ടല്ലോ, ഇതെല്ലാം ചേർത്ത് ഒന്ന് തിളച്ചാൽ അപ്പം നമ്മളങ്ങനെ സ്റ്റൗ ഓഫാക്കിയോ. ഒരു ഇല അരിയേണ്ട ഒരു താമസം ഒരു പരിപ്പ് വേവിച്ച് വെച്ചതിന് ശേഷം ഇല അരിഞ്ഞ് വെച്ച് സാവധാനം മിക്സാക്കി അടുപ്പത്ത് തിളപ്പിച്ച് നമുക്ക് സ്റ്റൗ ഓഫാക്കുന്നതാണ് എളുപ്പം തയ്യാറാക്കാവുന്ന ഒരു കറിയാണ്. ഇപ്പോൾ തേങ്ങ അരച്ചതുകൊണ്ട് നമ്മൾ തേങ്ങയും കൂടി മിക്സാക്കി ഇത് അടുപ്പത്ത് വെച്ചിട്ട് തിളച്ചതിൻ്റെ ശേഷം എടുത്ത് വയ്ക്കും. അതിന് ശേഷം നമുക്ക് വറവിടണമെങ്കിൽ വറവിടാം, ഉള്ളിയോ കടുവോ എന്താ വെച്ചാൽ. ഇതിപ്പോൾ സ്റ്റൗവിൽ കയറ്റാൻ പോകുന്നു കേട്ടോ. സ്റ്റൗവ് കത്തിച്ച് നമ്മൾ സ്റ്റൗവിൽ വെച്ചിട്ടുണ്ട്. ഒരു 5 മിനിറ്റ് ആവും തിളയ്ക്കാം കേട്ടോ. 5 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമുക്ക് കെടുത്തിട്ട് അടച്ചു വയ്ക്കാം. വീണ്ടും കാണിക്കാം. നമുക്ക് തിളച്ച് വന്നിട്ടുണ്ട്. ഇത്ര എന്താ ഇലയല്ലേ, അപ്പോൾ ഇലക്കറി അധികം നമ്മൾ വേവിക്കില്ല. അത് തിളച്ച് വന്നിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ ഉള്ളി ഇത്തിരി മൂപ്പിച്ചിടുന്നുണ്ട് കേട്ടോ. ഇനി നമ്മൾ സ്റ്റവ് താഴ്ത്തി അത് അടച്ചു വയ്ക്കുക. നമ്മൾ ഇലക്കറി റെഡി. ഇനി നമുക്ക് അടച്ചാൽ മതി. സ്റ്റവ് കെടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ ഇലക്കറി റെഡി. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയറും ചെയ്യണം. നല്ലൊരു ന്യൂട്രീഷൻസ് ആണത്. ഇലക്കറിയല്ലേ, ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണ്.